മോട്ടറോളയുടെ മോട്ടോ G04 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 7000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ G04 എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിന്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഒരു കാര്യം, ഇതിൽ പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പൊതുവേ നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചും കാര്യങ്ങളൊക്കെയാണ് ലഭിക്കാറ്. പക്ഷേ ഈ ഫോണിൽ പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാവുന്നതാണ്. അടുത്തൊരു കാര്യം, 90 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പലപ്പോഴും 60 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെയാണ് വരാറ്. അതുകൊണ്ട് തന്നെ അതും നമുക്ക് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ IP52 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു IP റേറ്റിംഗ് നമുക്ക് കിട്ടാറില്ല. പക്ഷേ ഈ ഫോണിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ തന്നെ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം, 7000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് 4 GB റാമും 64 GB ഇന്റേണലും കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് 128 GB ഇന്റേണൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ 8 GB റാമും വരുന്നുണ്ട്. അപ്പം അതും എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാവുന്നതാണ്. പിന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതും എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള MyUX സോഫ്റ്റ്വെയർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം തന്നെ Android 14 സോഫ്റ്റ്വെയർ വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൽ 2 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. Android 15 സോഫ്റ്റ്വെയർ ഇതിൽ വന്നോളണം എന്നില്ല. എന്നാലും ഈ ഒരു ടൈമിൽ ഔട്ട് ഓഫ് ദി ബോക്സ് തന്നെ Android 14 സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതും നമ്മൾ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാണ്. പിന്നെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പൊതുവെ 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് വരാറ്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതും നമ്മൾ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഫോണിൻ്റെ ബോക്സിൽ 15 വാട്ടിൻ്റെ ചാർജർ ലഭിക്കില്ല. ഫോണിൻ്റെ ബോക്സിൽ 10 വാട്ടിൻ്റെ ചാർജറേ വരുള്ളൂ. അപ്പം ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ബാക്കി ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.56 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷൻ ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഒരു ഫോണിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 537 നിറ്റ്സ് ആണ്. അതുപോലെ തന്നെ പാണ്ട ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ 7000 രൂപ പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം പഞ്ചോൾ ഡിസൈനും 90 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 178.8 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 7.99 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ സൺറൈസ് ഓറഞ്ച്, കോൺകോർഡ് ബ്ലാക്ക്, സീ ഗ്രീൻ, അതുപോലെ തന്നെ സാറ്റിൻ ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, യൂണി SoC T606 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിലൊക്കെ മീഡിയാടെക്കിൻ്റെ Helio G85 പോലുള്ള പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. അത് ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ്. എന്നാലും യൂണി SoC T606 എന്ന പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടേ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തെ ഇതിൽ 5G സപ്പോർട്ട് ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ്സിലോട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊക്കെയാണ്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോണിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 16 MP f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു സെൻസർ ഫോണിൻ്റെ പിന്നിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 5 MP f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഫോണിൽ അങ്ങനെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സ്. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ 4GB റാം വെർഷൻ്റെ വില വരുന്നത് 6999 രൂപയാണ്. അതുപോലെ തന്നെ 8GB റാം വെർഷൻ്റെ വില വരുന്നത് 7999 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഫെബ്രുവരി 22 മുതലാണ് ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G04 എന്ന ഫോണിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. എടുത്തു പറയേണ്ട പല ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും അതുപോലെ തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും IP52 റേറ്റിംഗും അതുപോലെ തന്നെ ബേസ് വേരിയന്റിൽ 4GB റാമും 64GB ഇന്റേണലും 8000 രൂപ പ്രൈസ് റേഞ്ചിൽ 128GB ഇന്റേണലും പിന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ എടുത്തു വരേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം 7000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ് മോട്ടോ G04 എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും മോട്ടോ G04 എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.